സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് പേരുകേട്ട കേരളത്തിൽ ഏലം പോലുള്ള വിളകൾ കൃഷി ചെയ്ത് പാകപ്പെടുത്തി വിപണിയിലെത്തിക്കാൻ വലിയ മുതൽ മുടക്ക് ആവശ്യമായി വരും. പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്ക് സംസ്കരണത്തിനും സംഭരണത്തിനും മറ്റും വളരെ പ്രയാസമായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കൂട്ടുകൃഷി, സഹകരണ സംഘം എന്നീ ആശയങ്ങളുടെ പ്രസക്തി. രാജാക്കാട് സ്പൈസസ് ഫാമേഴ്സ് സൊസൈറ്റി അത്തരത്തിൽ 10ഓളം ചെറുകിട കർഷകരുടെ കൂട്ടായ്മയുടെ ഫലമാണ്. ഞങ്ങൾ 10 ചെറുകിട കർഷകർ ചേർന്നാണ് രാജാക്കാട് സ്പൈസസ് ഫാർമേഴ്സ് സൊസൈറ്റി എന്ന ഈ ഒരു സംരംഭം തുടങ്ങിയത്. ഈ പ്രദേശത്തെ കർഷകർക്ക്, ചെറുകിട കർഷകർക്ക് ഇപ്പം ഒരു ഡ്രയർ എന്ന് പറഞ്ഞ സംവിധാനം ഒരു വീട്ടിൽ ഒരുക്കണമെങ്കിൽ അതിന് വളരെയധികം പൈസ ചിലവുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യുവാണെങ്കിൽ അവരുടെ ഏലക്ക ഇവിടെ കൊണ്ടുവന്ന് ഉണങ്ങി അവർക്കത് നല്ല രീതിയിൽ അവർക്ക് കൊണ്ടുപോകാനും സാധിക്കും. അതിൻ്റെ ക്വാളിറ്റിയോടുകൂടി തന്നെ അത് കൊണ്ടുപോകാനും പറ്റുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൃഷിക്കാർക്ക് ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ അവർ കൊണ്ടുവരുന്ന ഏലക്ക അവരുടെ മുൻപിൽ വെച്ച് തന്നെ ത്രാസിൽ വെച്ച് തൂക്കി അവരെ ബോധ്യപ്പെടുത്തി അത് നമ്മൾ അവിടെ രജിസ്റ്ററിൽ അവരുടെ പേരും എഴുതി നമ്മളിവിടെ വെച്ചതിന് ശേഷം നമ്മളിവിടെ വാഷിംഗ് മെഷീനിലേക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് മണ്ണും മാലിന്യങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം ആ പച്ച ഏലക്കായിലേക്ക് തന്നെ വീണ്ടും അവരുടെ പേരും അഡ്രസ്സും എല്ലാം തൂക്കവും എല്ലാം എഴുതി തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. കൂടാതെ ഡ്രയറിലേക്ക് ഇത് കൊണ്ടുപോകുമ്പോൾ തന്നെ ഈ ഏലക്ക സെപ്പറേറ്റ് വലതിട്ട് നമ്മൾ തിരിച്ച് അത് ഉണങ്ങിയെടുത്തതിന് ശേഷം അവരുടെ തന്നെ ചാക്കിലേക്ക്, അവർ കൊണ്ടുവന്ന തന്നെ ചാക്കിൻ്റെ ഉള്ളിലേക്ക് ഇത് നമ്മൾ ക്വാളിറ്റിയോടുകൂടി തന്നെ ഉണങ്ങി എടുക്കുകയാണ് ചെയ്യുന്നത്. കൃഷിക്കാർ തങ്ങളുടെ ആവശ്യം തിരിച്ചറിയുന്നിടത്താണ് കൃഷി ലാഭകരമാകുന്നത്. എന്നാൽ പലപ്പോഴും ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള മുതൽ മുടക്കില്ലാത്ത ചെറുകിട കർഷകർക്ക് ആശ്വാസം മറ്റെന്താണ്? തീർച്ചയായും കേരള സംസ്ഥാന കൃഷി വകുപ്പും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനും നൽകുന്ന പിന്തുണ തന്നെയാണ്. കൃഷിയുടെയും വിളവെടുപ്പാനന്തര പരിപാലനത്തിൻ്റെയും ഓരോ ഘട്ടത്തിലും അതിനനുസൃതമായ പദ്ധതികളിലൂടെ കൃഷിക്കാരുടെ വിജയഗാഥ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഉറപ്പാക്കുന്നു.